ഹലോ എവ്രി വൺ. ഇന്ന് ഓൺലൈൻ ടീച്ചിങ്ങിലുള്ളൊരു അമേസിങ് ടൂളുമായിട്ടാണ് വന്നിരിക്കുന്നത്. പേര് പാഡ്ലെറ്റ്. നമ്മുടെ ഗൂഗിൾ ബ്രൗസറിൽ പോവുക, ഇതുപോലെ padlet.com എന്നടിക്കുക. ഇത് മൊബൈലിലും അവൈലബിൾ ആണ്. ആപ്പ് പാഡ്ലെറ്റ് എന്നുള്ളത് ഡൗൺലോഡ് ചെയ്താൽ മതി. സെയിം ഫീച്ചേഴ്സാണുള്ളത്. ഇതാണ് ഇതിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ കൊളാബറേഷൻ ടൂൾ എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോൾ സ്റ്റുഡൻസിനുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ വളരെ നല്ല ഒരു ടൂളാണ് ഈ പാഡ്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. എല്ലാത്തിലും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ലോഗിൻ ചെയ്യണം. ഞാനിപ്പോൾ എൻ്റെ ഒരു ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് ലോഗിൻ ചെയ്യാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഹോം പേജാണ് വരിക. ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് താഴെ 2 ഓൾറെഡി ക്രിയേറ്റഡ് പാഡ്ലെറ്റ്സ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കിത് ബ്ലാങ്ക് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ മേക്ക് പാഡ്ലെറ്റ് ഉണ്ട്, ജോയിൻ എ പാഡ്ലെറ്റ് ഉണ്ട്, ഗാലറി, അപ്ഗ്രേഡ് ഇങ്ങനെ ഉണ്ട്. ഇത് ബേസിക് വേർഷനാണ്. ബേസിക് വേർഷൻ ആകുമ്പോൾ നമുക്കറിയാമല്ലോ ലിമിറ്റേഷൻ ഉണ്ട്. 5 പാഡ്ലെറ്റ്സ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അതും വിഷമിക്കേണ്ട, അതിനുള്ള പോംവഴി ഉണ്ട്. അപ്പോൾ നമ്മൾ മേക്ക് എ പാഡ്ലെറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനൊരു ഫോമാറ്റാണ് വരിക. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് ലേഔട്ട്സ് ആർ അവൈലബിൾ. അതിൽ നമുക്ക് ഏത് ഫോമാറ്റാണോ വേണ്ടത്, ഷെൽഫായിട്ടാണോ, സ്ട്രീം ആയിട്ടാണോ, വോളായിട്ടാണോ, ഏതാ വേണ്ടത് വെച്ചെങ്കിൽ നമുക്കിതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതായിരിക്കും നമ്മുടെ പാഡ്ലെറ്റിൻ്റെ ലേഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതിൽ ഒന്ന് സെലക്ട് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ ഇതിൽ വോളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ലേഔട്ട് വോൾ എന്നുള്ള ഫോമാറ്റിലായിരിക്കും വരിക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പാഡ്ലെറ്റ് എന്ന്. ഇതുപോലെയാണ് എൻ്റെ പാഡ്ലെറ്റ് വരുന്നത്. അപ്പോൾ തന്നെ നമുക്കിവിടെ പാഡ്ലെറ്റിനെ നെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അവിടെ ടൈറ്റിൽ എന്നുള്ള മൈ സ്മാർട്ട് പാഡ്ലെറ്റ് എന്നുള്ളടത്ത് നമ്മുടെ എന്താണോ ഒരു ഡിസ്കഷൻ ബോർഡായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ടോപ്പിക് എന്താണോ അത് നമുക്ക് ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്തിനെ ഉദ്ദേശിച്ചാണോ ഈ ഒരു പാഡ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു പൈത്തൺ ഡിസ്കഷൻ ബോർഡ് എന്ന് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ സ്റ്റുഡൻസുമായിട്ട് പൈത്തനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ ഡൗട്ട്സ് ഒക്കെ അവർക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്കഷൻ ബോർഡാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ടൈപ്പ് ചെയ്യാണ് പൈത്തൺ ഡിസ്കഷൻ ബോർഡ് എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ഇൻട്രാക്റ്റീവ് ബോർഡിനോ ഡിസ്കഷൻ ബോർഡിനോ എന്ത് വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാം ആസ് പെർ അവർ ചോയ്സ്. അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യുന്ന പൈത്തൺ ഡിസ്കഷൻ ബോർഡ് എന്നാണ്. ഓക്കെ, യാ. ഇനി താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിന് എന്താണോ അതിനെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുള്ളത് വെച്ചെങ്കിൽ അത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ എന്താണോ കൊടുക്കേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ പൈത്തൺ ഡിസ്കഷൻ ബോർഡിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ സ്റ്റുഡൻസിന് കൊടുക്കാൻ പോവാണ്. വിൽ ബി ഗിവൺ ഹിയർ, ദെൻ സ്റ്റുഡൻസ് ക്യാൻ റെക്കോർഡ് ദെയർ റെസ്പോൺസ് എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവും ടോപ്പിക്ക് തന്നിട്ടുണ്ട്, അതിനവരുടെ റെസ്പോൺസ്, അതിൻ്റെ അഭിപ്രായങ്ങളാണ് ഈ ഒരു ഡിസ്കഷൻ ബോർഡിൽ ഉള്ളത്. അപ്പോൾ പൈത്തൺ എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നമ്മൾക്ക് ടൈറ്റിലും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കൃത്യമായിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാഡ്ലെറ്റിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാവും കൃത്യമായിട്ട് അത് എന്തിനാണെന്നും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൽ എന്തൊക്കെ സെറ്റിങ്സ് ആണ് ഉള്ളതെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ടൈറ്റിൽ ടൈപ്പ് ചെയ്തു, ഡിസ്കഷൻ. ഇനി ഇതിൽ നമുക്കൊരു ഐക്കൺ വേണമെന്ന് കരുതുക. നമുക്കൊരു ഐക്കൺ വേണം നമ്മുടെ ഡിസ്കഷൻ ബോർഡിൽ. ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ എനിക്കിതാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനൊരു ഐക്കൺ സെലക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് പൈത്തൺ ഡിസ്കഷൻ ബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ എൻ്റെ ഐക്കൺ സെലക്ഷനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് പിന്നെ ഒരു യുണീക്ക് കോഡ് എന്ന് പറഞ്ഞിട്ടാണ് കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അതിൽ ഇതിപ്പോൾ ഒരു ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റ്സ് ആൻഡ് ഡിജിറ്റ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ അതിന് പകരം ഞാൻ എൻ്റെ ബ്രാൻഡ് നെയിം എഴുതാൻ പോവാണ്. ഗ്യാൻ ദീപം എന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അത് നമ്മുടെ പാഡ്ലെറ്റിൻ്റെ യുണീക്ക് കോഡായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യാണ് ഗ്യാൻ ദീപം. യാ, ഗ്യാൻ ദീപം ടൈപ്പ് ചെയ്തു. ഇനിയുണ്ട് അതിൽ സെറ്റിങ്സ്. നമുക്ക് എന്തൊക്കെ മാറ്റാൻ വരുത്താം നോക്കാം. വാൾപേപ്പർ വേണമെങ്കിൽ മാറ്റാം. വാൾപേപ്പർ ഡിഫറെൻറ്റ് ടൈപ്സ് ആണല്ലോ. സോളിഡ് കളേഴ്സ് ഉണ്ട്, ഗ്രേഡിയൻസ് ഉണ്ട്, ടെക്സ്ചേഴ്സ് ആൻഡ് പാറ്റേൺസ് ഉണ്ട്, പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. സോളിഡ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ കളേഴ്സ് മാത്രം ഉണ്ടാവുള്ളൂ, അതിൽ പാറ്റേൺ ഒന്നും ഉണ്ടായിരിക്കില്ല. അതിലേതാ വേണ്ടത് വെച്ചെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ലോട്ട് ഓഫ് കളേഴ്സ് ആർ എൻക്ലോസ്ഡ് ഹിയർ. അപ്പോൾ അതിലേതാ വേണ്ടത് വെച്ചെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ
പിക്ചേഴ്സാണ്. അതിലും കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ട്. അതിൽ ഏതാ വേണ്ടത് വെച്ചെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ എല്ലാം നല്ല ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി നന്നായി തോന്നി, അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തു. അപ്പോൾ ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട്. അതിലേതാ നമുക്ക് സ്യൂട്ടബിൾ ആയത് അത് സെലക്ട് ചെയ്യാം. പിന്നെ കളർ സ്കീം വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കളർ സ്കീം മാറ്റാം. നമുക്ക് ഓൾറെഡി നമ്മുടെ വാൾപേപ്പർ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ ഞാനൊന്നും മാറ്റം വരുത്തുന്നില്ല. ഇനി താഴെയുള്ളത് ഫോൺ സ്റ്റൈൽ. നമ്മൾ ഫോൺ സ്റ്റൈൽ ഫുള്ളായിട്ട് ഏത് സ്റ്റൈലിലാണ് വേണ്ടത്. അപ്പോൾ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മാറ്റം കാണാൻ പറ്റുന്നുണ്ടാവും. പൈത്തൺ ഡിസ്കഷൻ ബോർഡ് എന്നുള്ള ഡിഫറെൻറ്റ് ഫോൺ സ്റ്റൈലിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യത്തെ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് ഒരു ഫോർമൽ ലെറ്റർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ലെറ്റർ ഫോൺ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതാണെന്ന് തോന്നി. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്യണം. അപ്പോൾ ഏതാ വേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഫോൺ സ്റ്റൈൽ ഇവിടുന്ന് മാറ്റാവുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്താണ് ഇതിൽ അവൈലബിൾ എന്ന് നോക്കാം. നമുക്ക് ഇതിൽ പിന്നെ സെറ്റിങ്സൊക്കെയാണ് വരുന്നത്. ന്യൂ പോസ്റ്റ് എവിടെയാണ് വേണ്ടത്, ഫസ്റ്റാണോ ലാസ്റ്റാണോ അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ മാറ്റാം. കമൻസ് നമ്മൾ കമൻസ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അവരുടെ കമൻസ് വേണമെന്നുണ്ടെങ്കിൽ അലോ വ്യൂവേഴ്സ് ടു കമൻറ്റ് ഇൻ പോസ്റ്റിനെ കുറിച്ച് അവർക്ക് കമൻസ് ഇടാൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. റിയാക്ഷൻസ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അവർക്ക് റിയാക്ഷൻസ് ആയിട്ട് കൊടുക്കാം. അങ്ങനെ കുറേ സെറ്റിങ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പാഡ്ലെറ്റിൻ്റെ സെറ്റിങ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഇറ്റ്സ് റെഡി ടു യൂസ്. അപ്പോൾ എല്ലാ ഫോർമാറ്റ്സൊക്കെ നമ്മൾ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ പാഡ്ലെറ്റ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിൽ താഴെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ആദ്യം കാണിച്ചത് ഇപ്പോൾ മുകളിലുള്ള ബട്ടൺസാണ് കേട്ടോ. ഷെയർ, റീമേക്ക്, സെറ്റിങ്സ് ഒക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നതാണ്. താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരു പ്ലസ് ബട്ടൺ. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് പുതിയ പാഡ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ മുകളിലുള്ള ഈ ഓപ്ഷൻസൊക്കെ തന്നെ നമുക്ക് ഒരുപാട് സെറ്റിങ്സിൽ മാറ്റം വരുത്താനുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാഡ്ലെറ്റ് വിൽ ബി റെഡി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ടൈറ്റിൽ, റൈറ്റ് സംതിങ്. ഇവിടെ നമുക്ക് ടൈറ്റിൽ എന്താണോ നമ്മളിവിടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ തോന്നുന്നത് അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. എന്താണോ ടോപ്പിക് വേണ്ട വെച്ചാൽ ടൈപ്പ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ താഴെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. അത് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ ടൈറ്റിൽ പോസ്റ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വൈ പൈത്തൺ ഈസ് സോ ഇമ്പോർട്ടൻറ്റ് നൗ ഡേയ്സ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് അതിൽ വന്നു കഴിയും. ഇനി നമുക്കതിനെ കൂടാതെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ബട്ടൻ്റെ പേരാണ് അപ്ലോഡ്. നിങ്ങൾക്ക് അപ്ലോഡ് എന്നുള്ള അത് ഫെമിലിയർ ആയിരിക്കും, നമ്മളെല്ലാത്തിലും കാണുന്നുണ്ടാവും. അപ്പം അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഏതെങ്കിലും ഫയൽസ്, ഡോക്യുമെൻറ്റ്സ്, റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമുക്കതിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം ഞാൻ ഫയൽസ് ഒന്നും സെലക്ട് ചെയ്യില്ല. ഇപ്പോൾ അല്ലാതെ നമ്മൾ പാഡ്ലെറ്റിൽ വൈറ്റ് ബോർഡ് വെച്ച് ക്രിയേറ്റ് ചെയ്ത പിക്ചറും ഒരു അസൈൻമെൻറ്റ്സ് കൊടുത്ത ഫോട്ടോസൊക്കെയാണ് കാണുന്നത്. സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യുക. അപ്പം ഞാനത് അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ ക്ലോസ് എന്ന് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പിക്ചേഴ്സ് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഏതെങ്കിലും ഒരു പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫയൽസ്. ഇനി എൻ്റർ URL എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഏതെങ്കിലും ഒരു ഫയൽ, ഏതിൻ്റെങ്കിലും യൂട്യൂബ് വീഡിയോൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ലിങ്കോ വേറെ ഏതെങ്കിലും പാഡ്ലെറ്റിൻ്റെ ലിങ്കോ അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ലിങ്ക് അവിടെ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ ഒരു ചാനലിൽ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ലിങ്ക് പോസ്റ്റ് ചെയ്തപ്പോൾ അതോടുകൂടി തന്നെ റെഫറൻസ് ആയിട്ട് അവർക്കൊരു വീഡിയോ കൊടുക്കാൻ പറ്റും. അല്ല നമുക്ക് അഡീഷണൽ ആയിട്ട് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കണമെങ്കിൽ അതുമാവും. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി പറയാം. ഞാൻ ഒരു പാഡ്ലെറ്റും കൂടി ആഡ് ചെയ്തിരിക്കുകയാണ്. അതിലിപ്പോൾ മൂന്നാമത്തെയാണ് വരുന്നത് സെർച്ച്. നമുക്ക് ഇമേജസ് സെർച്ച് ചെയ്യാം, യൂട്യൂബിൽ സെർച്ച് ചെയ്യാം, വീഡിയോസ് ഏതാ വേണ്ട വെച്ചെങ്കിൽ വെബ്സൈറ്റ് റെഫറൻസിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ഞാൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ പൈത്തണെ കുറിച്ചാണല്ലോ. അപ്പോൾ വാട്ട് ഈസ് പൈത്തൺ ഞാൻ കുട്ടികളെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് പൈത്തൺ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു പിക്ചർ ഇട്ടിട്ട് അതെന്താണ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ കുട്ടികൾക്കും വലിയ ക്ലാസ്സിലെ കുട്ടികൾക്കും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ല ഓൺലൈൻ കൊളാബറേഷൻ ടൂളാണ് പാഡ്ലെറ്റ് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ് ഐഡൻറ്റിഫൈ ദ പിക്ചർ എന്നുള്ളത് ആൻഡ് എക്സ്പ്ലെയിൻ. ഇതിനെക്കുറിച്ച് എഴുതാൻ എന്താണ് ഇതിനെക്കുറിച്ച് അറിയുമെങ്കിൽ അതിനെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിഫൈ ദ പിക്ചർ ആൻഡ് എക്സ്പ്ലെയിൻ. അപ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് അതിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഓരോ പാഡ്ലെറ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് എന്നുള്ള ബട്ടണുണ്ട്, പിന്നെ ഡിലീറ്റ് കണ്ടോ ഒരു ബിന്ന് പോലെ കാണുന്നത്, പിന്നെ 3 ഡോട്ട്സും ഉണ്ട്. അപ്പോൾ ബിന്ന് പോലെ ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ആവും, മറ്റത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഉള്ളത്.
അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഏത് ഓപ്ഷൻസ് വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം. ഏത് താഴെ നമ്മൾ കണ്ടില്ലേ ഒരുപാടെണ്ണം കണ്ടുല്ലോ. അപ്പോൾ അതിലത്തെ ഞാൻ ഏതൊക്കെ പറഞ്ഞു, ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു, പിന്നെ ലിങ്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാം, പിന്നെ നമുക്ക് ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്തിട്ട് മൂന്നാമത്തെയും പറഞ്ഞു. നാലാമത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. നമ്മുടെ ക്യാമറ ഓപ്പൺ ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഒരു പിക്ചർ നേരിട്ട് അപ്പം തന്നെ ലൈവായിട്ട് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓഡിയോ റെക്കോർഡും വീഡിയോ റെക്കോർഡും ഉണ്ട്. ഇപ്പം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഡ്രോയിങ് എന്നുള്ളതാണ്. ഡ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ലാപ്പിലാവുകൊണ്ട് എനിക്കത് നന്നായിട്ട് ഇല്ലെങ്കിലും ഞാൻ വലിയ ഡ്രോയിങ്ങിൽ അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ല. പക്ഷേ വൃത്തികേടല്ലാതെ വരയ്ക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇതെനിക്ക് അത്ര മൗസ് ആവുന്നതുകൊണ്ട് കറക്റ്റായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് അതിന് പറ്റുന്ന ഡിജിറ്റൽ റൈറ്റിംഗ് പാഡൊക്കെ ഉണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ വരച്ച് സയൻസ് ടീച്ചേഴ്സിനോ മാത്സ് ടീച്ചേഴ്സിനോ ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അറ്റാച്ച് ആവും. അപ്പോൾ അതിപ്പോൾ അത്ര നീറ്റ് അല്ലാത്തതുകൊണ്ട് ഞാനത് പോസ്റ്റ് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ അത് ചെയ്ത്. അപ്പോൾ വൈറ്റ് ബോർഡ് നമുക്ക് യൂസ് ചെയ്യാം. അല്ല നമുക്കത് ഞാൻ പറഞ്ഞല്ലോ മൊബൈൽ ആപ്പ് അവൈലബിൾ ആണ്. മൊബൈലിൽ പിന്നെയും കുറച്ചും കൂടി ഡിജിറ്റൽ റൈറ്റിംഗ് പാഡൊന്നും ഇല്ലാതെ നമുക്ക് അത്യാവശ്യം നന്നായി മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്കൊരു വോയിസ് മെസ്സേജാണ് പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് സാധാരണ പോലെ റെക്കോർഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളുടെ വോയിസ് ഫയൽ MP3 ഫയലായിട്ട് സേവ് ആവും. ഇത്രയും ടൂൾസാണ്, ഒരുപാട് ഓപ്ഷൻസാണ് ഇതിലുള്ളത്. അപ്പം ഇനി നമ്മളുടെ പാഡ്ലെറ്റ് റെഡി ആയി കഴിഞ്ഞു. ഇതിപ്പോൾ ചെറിയൊരു ഫോർമാറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് വളരെ നല്ല ഭംഗിയിൽ നിങ്ങളുടെ ആസ് പെർ യുവർ ചോയ്സ് യു ക്യാൻ കസ്റ്റമൈസ് യുവർ പാഡ്ലെറ്റ് വിത്ത് ബ്യൂട്ടിഫുൾ സ്റ്റൈൽ ആൻഡ് കണ്ടൻറ്റ്, ക്രിയേറ്റിവിറ്റി, എവറിത്തിങ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ. ഇപ്പം ഞാൻ അതിൻ്റെ ആഡ് മെമ്പേഴ്സ് ഷെയറിൽ ക്ലിക്ക് ചെയ്തു. ഷെയറിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്കൊരു ലിങ്ക് കിട്ടിയല്ലോ. ലിങ്ക് കിട്ടിയപ്പോൾ അത് ഞാൻ ന്യൂ ബ്രൗസറിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ടീച്ചേഴ്സ് വ്യൂവിലാണല്ലോ ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഞാൻ ആ ലിങ്ക് ഷെയർ എന്നുള്ള അമർത്തിയപ്പോൾ സാധാരണ പോലെ ലിങ്ക് വരും. നമുക്കറിയാലോ, ഗൂഗിൾ മീറ്റൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാം. അപ്പോൾ ആ ലിങ്ക് ന്യൂ ബ്രൗസറിൽ ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ ആ പെൻസിലിൻ്റെ പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സ്റ്റുഡൻസിന് ഇതുപോലെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ശ്രീ എന്ന് പേര് ടൈപ്പ് ചെയ്തു. പൈത്തൺ ഈസ് കമ്പ്യൂട്ടർ ലാംഗ്വേജ്, ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ഗൈഡോ വാൻ റൂസം എന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ കമൻസ് അവർ ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടീച്ചേഴ്സിന് ആരൊക്കെയാണോ കമൻസ് ഓരോ അസൈൻമെൻറ്റിൻ്റെയും താഴെ കൊടുത്തിരിക്കുന്ന കുട്ടികളുടെ പേരും അതും കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനിയിപ്പോൾ അത് ക്ലോസ് ചെയ്യാണ്. നമ്മുടെ ടീച്ചേഴ്സ് വ്യൂവിലോട്ടൊന്ന് പോയി നോക്കാം. കണ്ടോ, അപ്പോൾ ടീച്ചേഴ്സ് വ്യൂവിൽ അത് ഫീഡായിട്ട് വന്നിട്ടുണ്ട്. ശ്രീ എന്നൊരു കുട്ടി ഇതിനെക്കുറിച്ച് ആൻസർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വളരെ ഇൻറ്ററാക്റ്റീവായിട്ടുള്ള ടൂള് ആണ് പാഡ്ലെറ്റ്. ഇതിൽ എഡിറ്റ് പോസ്റ്റ് കൊടുക്കാം, കളർഫുള്ളാക്കാം. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല, കാരണം വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ബ്യൂട്ടിഫുള്ളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും കുട്ടികളുടെ മനസ്സിൽ നിൽക്കും. കുട്ടികൾക്ക് എപ്പോഴും ചേഞ്ചസ് ആണ് ആവശ്യം, പുതുമകൾ ആണ് അവർക്കെല്ലാം ആവശ്യം. അപ്പോൾ പഠിത്തത്തിൽ കൂടുതൽ പുതുമകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെ ആകാംക്ഷ ഉള്ളവരാക്കി കൂടുതൽ നമ്മുടെ സബ്ജക്റ്റിലേക്ക് അടുപ്പിക്കുകയാണ് നമ്മളുടെ ടീച്ചേഴ്സിൻ്റെ ലക്ഷ്യം. അതിനായിട്ട് ഗ്യാൻദീപം എന്നെന്നും ടീച്ചേഴ്സിൻ്റെ കൂടെ, ടീച്ചേഴ്സ് എന്ന കമ്മ്യൂണിറ്റിയിൽ ഞാനും ഉൾപ്പെടുന്നു. ഈ ടീച്ചേഴ്സ് എന്ന കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റുഡൻസിന് വേണ്ടി എന്നും സെൽഫ്ലെസ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാ അധ്യാപകരും സ്റ്റുഡൻസും വളരെ സ്നേഹത്തോടെ ഇത് സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഞാൻ പറഞ്ഞല്ലോ, ബേസിക് ആയിട്ടുള്ള വേർഷൻ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക 5 പാഡ്ലെറ്റ്സ് വരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഇതിൽ തന്നെ ഓപ്ഷൻ കണ്ടു, ഷെയറിൽ തന്നെ. ഇപ്പം നേരത്തെ ഷെയർ സേവ് ആസ് PDF. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ സേവ് ആസ് PDF എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ പാഡ്ലെറ്റ് തന്നെ PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കത് സേവ് ചെയ്ത് ഇത് ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ ബേസിക് വേർഷനാണ് 5 പാഡ്ലെറ്റ്സേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് വിഷമിക്കേണ്ട. നമുക്ക് എത്ര പാഡ്ലെറ്റ്സ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ബിഫോർ ഡിലീറ്റിംഗ് യു ഹാവ് ടു പബ്ലിഷ് ആസ് PDF, സേവ് ആസ് PDF, then you can keep the record, so it will be useful for future purpose. Okay, അപ്പോൾ താങ്ക് യു.